നമ്മൾ നേരെ പോകുന്നു മാവേലിക്കരയിലും ഇക്കുറി ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിശക്തമായ പോരാട്ടം നടന്ന സ്ഥലമാണ്. മാവേലിക്കരയിൽ ഇക്കുറി തുടർച്ചയല്ല മാറ്റമാണ് എന്ന് പറയുന്ന ചില പ്രമുഖരായ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ അഖിൽ ഷാ അൻസാറിലേക്ക് പോകുന്നു. അഖിൽ, അവിടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വലിയ ഒരു മാമരം, ഒരു വടവൃക്ഷം കടപുഴുകുകയും അവിടെ ഒരു യുവവൃക്ഷം ഉയർന്നു വരികയും ചെയ്യുമോ എന്നുള്ളതാണ് അവിടുത്തെ രാഷ്ട്രീയ ആകാംക്ഷ. ലാസ്റ്റ് മൊമെന്റിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ക്യാമ്പുകളുടെ സ്പന്ദനം എന്താണ് അഖിൽ? അഖിൽ ഷാൻ സാറിന്റെ ശബ്ദത്തിലെന്തോ പ്രശ്നമുണ്ട്. അവിടെ ആണെങ്കിൽ എന്തായാലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞു. ഇക്കുറി അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ദീർഘനാളത്തെ വാഴ്ച അവസാനിക്കുമെന്നും CPIയുടെ യുവമുഖം അരുൺകുമാർ അവിടെ വിജയിക്കുമെന്നും ഒക്കെ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷേ എക്സിറ്റ് പോളുകളിൽ കാര്യമായി അത് പറയുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അവിടെ ഇക്കുറി മാറ്റമല്ല, അവിടെ തുടർച്ചയല്ല മാറ്റമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കൊടിക്കുന്നിൽ സുരേഷിന്റെ കരിസ്മ ഒന്നുമല്ല. അത് മാവേലിക്കര മണ്ഡലത്തിലുടനീളം, മാവേലിക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. മണ്ഡലത്തിലുടനീളം കൊടിക്കുന്നിലിന് കരിസ്മ ഉണ്ട്. ഇക്കുറിയും അവിടെ മാറ്റമൊന്നുമില്ല. കൃത്യമായി വോട്ടുകളെ മാനേജ് ചെയ്യാൻ കൊടിക്കുന്നിലിന് അപാരമായ കഴിവുണ്ട്. അത് ഇക്കുറിയും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുവ സ്ഥാനാർത്ഥി അരുൺകുമാറിന് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തേണ്ടതില്ല എന്നൊക്കെ UDF ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും അവിടെ ആകാംക്ഷ അങ്ങേയറ്റമാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന LDF ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ അവസാനം വരെ ഉണ്ടായിരുന്നോ എന്നതിൽ ചെറിയ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും അഖിൽ ഷാ അൻസാറിന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയും. അഖിൽ, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ എക്സിറ്റ് പോളുകളൊക്കെ വന്നതിന് ശേഷം UDF ക്യാമ്പിന് അവർക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ പറയണം. ഈ മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വലിയ പോരാട്ടം, അതായത് UDFും അതുപോലെ തന്നെ LDFും തമ്മിലാണ് കനത്ത പോരാട്ടം നടക്കുന്നത്. ഒരു ത്രികോണ മത്സരം ഇല്ല എങ്കിൽ പോലും ഈ കൊടിക്കുന്നിൽ സുരേഷും CA അരുൺകുമാറും തമ്മിൽ വലിയ പോരാട്ടം ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഈ കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികായനായ നേതാവാണ്. കഴിഞ്ഞ 27 വർഷമായി ഈ പറയുന്ന പാർലമെന്റ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ, 30 വർഷത്തിലധികമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിൽക്കുന്ന വലിയൊരു ഈ മണ്ഡലത്തിൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരാളെ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വീണ്ടും നിർത്തുമ്പോൾ അവർക്ക് വിജയം ഉറപ്പ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണമൊക്കെ പോകുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ 5 മണ്ഡലങ്ങൾ ഈ LDFിനുണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ എക്സിറ്റ് പോളുകൾ വന്നിരുന്നു. ആ 5 മണ്ഡലങ്ങളിൽ ഒന്നായി കരുതുന്നത് മാവേലിക്കര മണ്ഡലമാണ്. അത്തരത്തിൽ ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം UDF ക്യാമ്പുകളിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളൊക്കെ LDF പറഞ്ഞിരുന്നത് ഒരു യുവാവ് വരട്ടെ, കഴിഞ്ഞ കുറേ കാലമായി ഈ മണ്ഡലത്തിലുള്ള കൊടിക്കുന്നിൽ സുരേഷ് മാറി നിൽക്കട്ടെ, അതിന് പകരം ഒരു യുവമുഖം, ഒരു യുവ നേതാവ് വരട്ടെ MP ആയി എന്നുള്ള തരത്തിലുള്ള പ്രചരണം തന്നെയായിരുന്നു LDFിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ UDFിന് വലിയ ഒരു ആശങ്ക ഈ ഘട്ടത്തിലുണ്ട്. അത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ തവണ 61,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചതെങ്കിൽ ചിലപ്പോൾ ഇത്തവണ അത് 25,000 മുതൽ 40 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ എത്തിയേക്കാമെന്നുള്ളൊരു ആശങ്ക കൊടിക്കുന്നിൽ സുരേഷിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ചങ്ങനാശ്ശേരി പോലുള്ള അല്ലെങ്കിൽ പത്തനാപുരം പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. അത്തരത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ശേഖരിക്കാൻ കഴിയും. അത്തരത്തിൽ ഒരു വിജയപ്രതീക്ഷ അല്ലെങ്കിൽ വിജയിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഉള്ളത്. മറുവശത്ത് LDFിന്റെ സ്ഥാനാർത്ഥി CA അരുൺകുമാർ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസവും CA അരുൺകുമാർ വ്യക്തമാക്കിയ ഒരു കാര്യം, അതായത് കൊടിക്കുന്നിലിനേക്കാളും, അതായത് 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് CA അരുൺകുമാറും ഉള്ളത്. പ്രത്യേകിച്ച് മാവേലിക്കര പോലുള്ള നിയോജക മണ്ഡലങ്ങളുണ്ട്, അതുപോലെ തന്നെ കുട്ടനാട് പോലുള്ള നിയോജക മണ്ഡലങ്ങൾ, കുന്നത്തൂർ പോലുള്ള നിയോജക മണ്ഡലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ CPMന്റെ കോട്ടയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ലോവർ കുട്ടനാട്ടിൽ ആരുടെ വെന്നിക്കൊടി പാർന്നു എന്നുള്ളത് നാളത്തെ ആകാംക്ഷയാണ്. എന്തായാലും അവിടെ ഒരു സസ്പെൻസ് ഉണ്ട്. ഇക്കുറി കൊടിക്കുന്നിലാണ് അരുൺകുമാറൊക്കെ നല്ല ഫൈറ്റ് കാഴ്ചവെക്കാൻ യുവ സ്ഥാനാർത്ഥി കഴിഞ്ഞു. അതൊക്കെ വിജയത്തിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ സൂചന കിട്ടണമെങ്കിൽ, കാരണം പോരാട്ടം അത്ര കടുത്തതായിരുന്നു. അവസാന ലാപ്പൊക്കെ ആയപ്പോഴേക്കും കൊടിക്കുന്നിൽ ഓടിയെത്തി എന്നാണ് പൊതുവെ കേൾക്കുന്നത്. എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നാളെ 11:30 അപ്പം ഒരു ഇഞ്ചോടിഞ്ചിലേക്ക് എത്തി കാര്യങ്ങൾ എത്തി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു 11-12 ചുരുക്കത്തിൽ എണ്ണി തീരണോ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.